രാജ്യം പത്മ അവാർഡുകൾ പ്രഖ്യാപിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തഴയപ്പെടുന്ന ഒരു നടൻ അത് മമ്മൂട്ടി തന്നെയാണ് അല്ലെ. മമ്മൂട്ടിയെ എല്ലാ വർഷവും കേരള സർക്കാർ ഇങ്ങനെ പിന്തുണച്ചുകൊണ്ടിരിക്കും, അദ്ദേഹത്തിന്റെ നാമം ഇങ്ങനെ നിർദ്ദേശിച്ചുകൊണ്ടിരിക്കും. പക്ഷെ പത്മ പുരസ്കാരങ്ങളൊന്നും അദ്ദേഹത്തിന് കിട്ടുന്നില്ല. പക്ഷെ ഈ ഇടയ്ക്ക് മോഹൻലാലിന് കിട്ടിയല്ലേ, അതാണ്. അപ്പൊ ഇതിന്റെ പിന്നിൽ മതമാണോ രാഷ്ട്രീയമാണോ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ മതവും രാഷ്ട്രീയവും ഈ ഒരു കാര്യത്തിൽ മാനദണ്ഡമായിട്ട് വരാറുണ്ട്. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവി ആയതുകൊണ്ട് തന്നെ, അദ്ദേഹത്തിന്റെ പേര് ഒരു മുസ്ലിം ആയതുകൊണ്ട് തന്നെ കേന്ദ്രം അദ്ദേഹത്തിനെ ഇങ്ങനെ ചവിട്ടി താഴ്ത്താറുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾ പറയും 98-ൽ BJP അദ്ദേഹത്തിന് വാജ്പേയി തന്നെയല്ലേ ഈ ഒരു ഭരത് അവാർഡ് കൊടുത്തത് എന്നുള്ളത്. പക്ഷെ അതൊരു മണ്ടത്തരമായിരുന്നു എന്നുള്ളതാണ്. കാരണം അന്ന് മമ്മൂട്ടിക്ക് അന്ന് അവാർഡ് കൊടുത്തിട്ടുള്ളത് ഒരു കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി ആയിരുന്നു എന്നാണ് ആളുകൾ തെളിവ് സഹിതം കമന്റ് ബോക്സുകളിൽ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അർത്ഥം മോഹൻലാലിന് തഴഞ്ഞത് BJP സർക്കാർ തന്നെയാണ്. ഓക്കെ, നമുക്ക് രാഷ്ട്രീയം ഒന്നും പറയേണ്ട, അഡ്വക്കേറ്റ് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. മമ്മൂട്ടിയെ എന്തുകൊണ്ട് തഴയുന്നു എന്നുള്ള കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം. മമ്മൂട്ടിക്ക് പത്മവിഭൂഷൺ കിട്ടിയില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആരാധകരെ കഴിഞ്ഞ തവണ എന്നെ ദുഃഖിപ്പിച്ചു, ഇത്തവണ കൂടുതൽ ദുഃഖിപ്പിക്കുന്നു എന്നുള്ളതാണ് സത്യം. മമ്മൂട്ടിക്ക് പത്മഭൂഷണല്ല, പത്മവിഭൂഷൺ തന്നെ കിട്ടാനുള്ള അർഹതയുണ്ട്, യോഗ്യതയുണ്ട്, യാതൊരു സംശയവുമില്ല. പക്ഷേ എന്തുകൊണ്ടും അദ്ദേഹത്തിന് കിട്ടുന്നില്ല. കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ BJPയുടെ ആയതുകൊണ്ടാണെന്നാണ് ഇദ്ദേഹത്തിൻ്റെ ആരാധകർ വിചാരിക്കുന്നത്. ഇത് ഇടതുപക്ഷത്തോട് ചായ്വുള്ള ആളായതുകൊണ്ട് അദ്ദേഹത്തെ അംഗീകരിക്കുന്നില്ല എന്ന് ഇടതുപക്ഷക്കാരും, അദ്ദേഹം മുസ്ലിം മതത്തിൽ ജനിച്ച ആളായതുകൊണ്ട് അംഗീകരിക്കുന്നില്ല എന്ന സമുദായത്തിൽപ്പെട്ടവർ വിശ്വസിക്കും. ഞാൻ കരുതുന്നത് അദ്ദേഹത്തിന് ഇക്കൊല്ലം കിട്ടിയില്ല, കഴിഞ്ഞ കൊല്ലം കിട്ടിയില്ല, അടുത്ത കൊല്ലം കിട്ടും. അടുത്ത കൊല്ലം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത കൊല്ലം അദ്ദേഹത്തെ ആദരിക്കാതിരിക്കാൻ നമ്മുടെ കേന്ദ്ര സർക്കാരിന് സാധിക്കില്ല. കാരണം അത്രയും പ്രഗത്ഭനായ ഒരു നടനാണ്. ഇനിയിപ്പോൾ പത്മഭൂഷണോ പത്മവിഭൂഷണോ കിട്ടിയില്ല എങ്കിൽ പോലും മമ്മൂട്ടി തന്നെയാണ്, യാതൊരു സംശയമില്ല. തീർച്ചയായിട്ടും മമ്മൂട്ടിക്ക് ഈ പത്മശ്രീ പത്മവിഭൂഷൺ ഒന്നും കൊടുത്തില്ലെങ്കിലും മമ്മൂട്ടി തന്നെയാണ്. അവസാനത്തെ വാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന് ഇന്ത്യയിൽ മറ്റൊരു നടനും കിട്ടാത്ത അത്രത്തോളം സ്നേഹവും വാത്സല്യവും ഒക്കെ ഇവിടെയുള്ള ആരാധകരിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഒരുപക്ഷെ മോഹൻലാൽ ഫാൻസിന് പോലും മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചാൽ ആ മോഹൻലാലിന്റെ അടുത്ത് അല്ലെങ്കിൽ മോഹൻലാലിനേക്കാൾ മുകളിൽ മമ്മൂട്ടി നിൽക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിനായിട്ടുള്ള ഒരു മത്സരം എന്നും വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ തന്നെയാണ് അവരല്ലേ. എങ്ങനെയാണ് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ നമ്മൾ ഹൃദയത്തിൽ കയറുന്നത്? അദ്ദേഹം കാലഘട്ടത്തിനനുസരിച്ച് കാലാനുസൃതമായ മാറ്റങ്ങളിലൂടെ കടന്നുപോയത് കൊണ്ട് കൂടി മാത്രമാണ്. അദ്ദേഹം ഓരോ കാലഘട്ടത്തിൽ ആവശ്യമായ രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നു, എല്ലാ ടെക്നോളജികളും ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നു, സിനിമകളിലൂടെ അതൊക്കെ നമ്മളെ പ്രതിഫലിപ്പിക്കുകയും ചെയ്ത എല്ലാ ക്യാരക്ടറുകളും അതിവിസ്മയമാക്കി മാറ്റിയ ഒരു മനുഷ്യൻ കൂടിയാണ്. പിന്നെ നമ്മൾ എങ്ങനെ മമ്മൂട്ടി ഇഷ്ടപ്പെടാതിരിക്കുക അല്ലേ? അപ്പോൾ മമ്മൂട്ടിക്ക് കിട്ടേണ്ടതായിട്ടുള്ള അവാർഡുകളൊക്കെ നമ്മൾ തന്നെ കൊടുത്തിട്ടിട്ട്. പ്രേമനസീറിന് പത്മഭൂഷൺ കിട്ടി, എന്നാൽ സത്യന് പത്മശ്രീ പോലും കിട്ടിയില്ല. എന്ന് വെച്ചാൽ നസീറിനേക്കാൾ വലിയ നടനാണ് സത്യനെന്ന് ആരെങ്കിലും പറയൂ? സത്യന് ദേശീയ പുരസ്കാരവും കിട്ടിയില്ല. കഴിവില്ലാത്തതുകൊണ്ടല്ല, അർഹത ഇല്ലാത്തതുകൊണ്ടല്ല, അഭിനയം മോശമായതുകൊണ്ടല്ല, അതിഗംഭീരമായി അഭിനയിച്ച വർഷത്തിലും അദ്ദേഹത്തിന് കിട്ടിയില്ല. അതിനർത്ഥം മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യന് പത്മശ്രീ കൊടുത്തു എന്ന് വിചാരിച്ചുകൊണ്ട് മമ്മൂട്ടിയേക്കാൾ വലിയ നടനല്ല എന്നുള്ളത് തന്നെയാണ്. മമ്മൂട്ടിയേക്കാൾ വലിയ നടനായിട്ട് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ മാറുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ ഒരു കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഒരിക്കലും മമ്മൂട്ടിയുടെ അടുത്ത് പോലും എത്തി നിൽക്കാൻ കഴിയാത്ത രീതിയിൽ മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യൻ ഇങ്ങനെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന സിനിമകളുടെ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് ഇതിന് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് തന്നെ നമ്മൾ ഓർമ്മിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം നല്ല രീതികളിൽ നല്ല അടിപൊളി സിനിമകൾ ചെയ്തു വന്നിരുന്ന ഒരു മനുഷ്യൻ തന്നെയാണ്. മോഹൻലാലും മമ്മൂട്ടിയും എന്ന് കേൾക്കുമ്പോൾ നമ്മളത് എഞ്ചിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തുടുക്കും, അതെന്താ പഴയ സിനിമകൾ തന്നെയാണ്. പക്ഷെ മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യൻ ഇടയ്ക്ക് വെച്ച് എവിടെയോ ഒന്ന് മുടന്തി വീണു, പിന്നെ അദ്ദേഹത്തിന് കയറി വരാൻ കഴിയാത്ത രീതിയിൽ പാതാളത്തിലേക്ക് കിടക്കുന്നു. എന്നാലും കഴിവുള്ള സംവിധായകരെ കയ്യിലേക്ക് കിട്ടുമ്പോൾ ഇപ്പോൾ എമ്പുരാൻ എന്ന സിനിമ വരാൻ നിൽക്കുകയാണ്, നല്ല എക്സൈറ്റ്മെന്റിലൂടെ കാത്തിരിക്കുന്ന സിനിമയാണ്. അതിലൂടെ ചിലപ്പോൾ പൃഥ്വിരാജിന്റെ കഴിവുകൾ കൊണ്ട് തന്നെ, ഇപ്പൊ ലൂസിഫറിലാണ് ലാസ്റ്റ് വന്ന് നിൽക്കുന്ന മോഹൻലാൽ എന്ന് പറയുന്ന കലാപ്രതിഭ ശരിക്കും ഉപയോഗിച്ചുകൊണ്ട് അല്ലെ, എമ്പുരാനിലേക്ക് വരുമ്പോൾ അതേ സംഭവം തന്നെ ആവർത്തിച്ചാൽ മോഹൻലാലിന് തിരിച്ചൊക്കെ വരാം. പക്ഷെ മമ്മൂട്ടി ചെയ്യുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ മമ്മൂട്ടിയുടെ അടുത്തേക്ക് മോഹൻലാലിനെ എത്താൻ കുറച്ച് പാടുപെടേണ്ടി വരും. അന്ന് റിക്ഷാക്കാരൻ എന്ന സിനിമയിൽ വളരെ പരിതാപകരമായ പ്രകടനം നടത്തിയ MGRനാണ് നമ്മുടെ ബഹുമാനപ്പെട്ട കേന്ദ്ര അവാർഡ് കമ്മിറ്റി ഏറ്റവും നല്ല നടനായിട്ട് തിരഞ്ഞെടുത്ത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. തീർച്ചയായിട്ടും സത്യൻ എന്ന് പറയുന്ന നടന്റെ അപ്പുറത്തേക്ക് പ്രേം നസീർ എന്ന് പറഞ്ഞ നടൻ എത്തില്ല, അതിന് തർക്കമൊന്നും വേണ്ട. അദ്ദേഹം ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പ്രേം നസീർ അടിപൊളിയായിട്ട് അഭിനയിക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെയാണ് ഒരു റിയലിസ്റ്റിക് ആയിട്ട് അഭിനയിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ട് എങ്ങനെ ഒരു സിനിമ ബിഹേവ് ചെയ്യാം എന്നുള്ളൊരു കാര്യം നമ്മളെ മനസ്സിലാക്കി തന്ന ഒരു മനുഷ്യൻ. അതൊരു പക്ഷേ നമ്മുടെ സൂപ്പർ സ്റ്റാറുകൾക്ക് ഇഷ്ടമുള്ള ഒരു നടൻ ആരാണെന്ന് ചോദിച്ചാൽ പറയും സത്യൻ എന്ന് തന്നെയാണ് അല്ലേ.
കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഇടയിലുള്ള അതേ ഭാവമാറ്റങ്ങളിലൂടെയാണ് സത്യൻ സിനിമകളിൽ പ്രതിഫലിച്ചിട്ടുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെ സത്യൻ എന്ന് പറയുന്ന നടനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ആ ഒരു സമയത്തും സത്യൻ എന്ന് പറയുന്ന നടനെയും താഴ്ത്തി കെട്ടിയിട്ടുണ്ട്. അതിൽ രാഷ്ട്രീയം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു ചെറിയ രാഷ്ട്രീയം അന്നും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയിക്കാനൊന്നുമില്ല. അപ്പം മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ രീതിയിൽ സങ്കടപ്പെടേണ്ടതില്ല. അദ്ദേഹത്തിന് 3 തവണ രാജ്യത്തെ ഏറ്റവും മികച്ച നടനുള്ള അവാർഡ് കിട്ടിയതാണ്. അതിനുശേഷവും അദ്ദേഹം എത്രയോ ഗംഭീരമായ അഭിനയമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ അംഗീകരിക്കാതിരിക്കാൻ, ആദരിക്കാതിരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് സാധിക്കില്ല എന്നുള്ള ഒരു സത്യമാണ്. തീർച്ചയായിട്ടും എത്ര കാലം വെച്ചിട്ടാണ് മമ്മൂട്ടിയെ ഇങ്ങനെ തട്ടിക്കളിക്കാൻ പറ്റുക? ഒരിക്കലും നടക്കില്ല. കാരണം മലയാള സിനിമയെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇന്ത്യൻ സിനിമയിലുള്ള എല്ലാവരും ഉണ്ട്. ഓരോ സിനിമ വരുമ്പോഴും മമ്മൂട്ടിയുടെ സിനിമയാണെങ്കിൽ പറയണ്ട, എല്ലാ നടന്മാരും ചർച്ച ചെയ്യുന്നത് മമ്മൂട്ടിയുടെ ഒരു സിനിമ വന്നിട്ടുണ്ട്, എന്തായാലും കാണണമെന്നും അദ്ദേഹത്തിന്റെ അഭിനയത്തെക്കുറിച്ച് ഇങ്ങനെ വാതോരാ സംസാരിക്കുന്നത് നമ്മൾ നിരന്തരം കാണുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പൊ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന് മറ്റുള്ള നടന്മാർക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വലിയ നേട്ടങ്ങൾ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. 3 നാഷണൽ അവാർഡ് നേടിയ ഒരു മനുഷ്യന് അത് കിട്ടിയത്, അതിലൊരു അത്ഭുതം കൂടിയുണ്ട്. ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരേ സമയം അഭിനയിച്ചു കൊണ്ട് അദ്ദേഹം അവാർഡ് കരസ്ഥമാക്കിയിട്ടുണ്ട്. മറ്റുള്ള നടന്മാർക്ക് കിട്ടാത്ത ഒരു ഭാഗ്യം അദ്ദേഹത്തിനെ തേടി വന്നിട്ടുണ്ട്. അതേപോലെ സ്റ്റേറ്റ് അവാർഡുകളാണെങ്കിൽ പോലും മമ്മൂട്ടിക്ക് കിട്ടിയതിൽ പലപ്പോഴും തഴയപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നാഷണൽ അവാർഡുകളിലേക്ക് പരിഗണിക്കുന്ന ചില സന്ദർഭങ്ങളിലൊക്കെ മമ്മൂട്ടിയെ ചവിട്ടി താഴ്ത്താൻ അദ്ദേഹത്തിനോട് താല്പര്യമില്ലാത്ത കുറെ മാടമ്പികൾ കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഈ നാഷണൽ അവാർഡിൽ പോലും മമ്മൂട്ടിയുടെ സിനിമ കേരളത്തിൽ നിന്നും വിടാൻ പോലും രഞ്ജിത്താണോ ഇനി മറ്റാരാണോ എന്നറിയില്ല, അത് സമ്മതിച്ചിട്ടില്ല. മോഹൻലാലിനോട് മാത്രം താല്പര്യമുള്ള ഒരു കൂട്ടം ആളുകളുണ്ട്. അതുകൊണ്ടാകാം മമ്മൂട്ടിക്ക് കിട്ടേണ്ടതായിട്ടുള്ള പല അവാർഡുകളും പലപ്പോഴും തട്ടിത്തെറിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും മമ്മൂട്ടി ഇതുവരെ ഖേദം പ്രകടിപ്പിച്ചിട്ടില്ല. പലപ്പോഴും ഏഷ്യാനെറ്റ് അവാർഡൊക്കെ കൊടുക്കുമ്പോൾ മോഹൻലാലിന് മാത്രം കൊടുക്കുന്ന ഒരു പ്രവണതയുണ്ട്. ഒരിക്കലും അത് മമ്മൂട്ടിക്ക് കൊടുത്തു. മമ്മൂട്ടി പറഞ്ഞു, സ്ഥിരം കൊടുക്കുന്ന ആളുകൾക്ക് തന്നെ കൊടുത്താൽ മതി, എനിക്ക് അമ്മാതിരി പരിപാടിയൊന്നും വേണ്ട എന്നുള്ളത്. അപ്പോൾ എല്ലായ്പ്പോഴും ഇത് അർഹതയുള്ളവർക്കല്ല കിട്ടുക. മമ്മൂട്ടിയുടെ ആരാധകർ പറയുന്നത് നന്ദമൂരി ബാലകൃഷ്ണയ്ക്ക് കിട്ടി എന്നുള്ളതാണ്. ബാലകൃഷ്ണയെക്കാളൊക്കെ മുമ്പ് ആദരിക്കപ്പെടേണ്ട ആളാണ് മമ്മൂട്ടി. ബാലകൃഷ്ണയ്ക്ക് പത്മഭൂഷൺ കിട്ടിയതിൻ്റെ കാരണം അദ്ദേഹം വലിയ നടനാണ്, വലിയ താരമാണെന്നുള്ളതല്ല. അതിനേക്കാളുപരി NT രാമറാവുവിൻ്റെ മകനാണ്. അതിനേക്കാളുപരി NDL പ്രബല സഖ്യ ഘടകകക്ഷിയായിട്ടുള്ള തെലുങ്ക് ദേശം പാർട്ടിയുടെ പരമോന്നത നേതാവ് ചന്ദ്രബാബു നായിഡുവിൻ്റെ അളിയനാണ് എന്നുള്ളതുകൊണ്ടാണ്. ഈ നന്ദമൂരി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതൊക്കെ എവിടെ എങ്ങനെ സൂപ്പർ സ്റ്റാർ ആയി എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല കേട്ടോ. ഇപ്പോഴും ട്രോളന്മാർ ഊക്കി വിടുന്ന ഒരു നടൻ ഉണ്ടെങ്കിൽ അത് നന്ദമൂരി എന്ന് പറയുന്ന ആ മൂരിച്ചങ്ങായി തന്നെയാണ് അല്ലേ. അയാൾക്കൊക്കെ പത്മശ്രീ പത്മഭൂഷണും മറ്റോ താങ്ങി മറിച്ചോ ഒക്കെ കൊടുക്കാതിരിക്കില്ല. അതിന്റെ പിന്നിൽ എന്തുള്ളത്? രാഷ്ട്രീയമുണ്ട്. ഇദ്ദേഹം തന്നെ പറയുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം തന്നെയാണ് അദ്ദേഹത്തിന് കിട്ടിയെന്നുള്ളത്. മമ്മൂട്ടിയെ കാലങ്ങളോളം തഴയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ ഒരു അവാർഡിനോടൊക്കെ പണ്ടേ താല്പര്യം കുറഞ്ഞിട്ടുണ്ട്. കാരണം അല്ലു അർജുനൊക്കെ പുഷ്പ എന്ന സിനിമക്കൊക്കെ ബെസ്റ്റ് ആക്ടർ, ഇന്ത്യയിലെ ഏറ്റവും നല്ല നടനായിട്ടുള്ള അവാർഡ് കൊടുത്ത അന്നാ. അതൊക്കെയാണ് ചിരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതിലൊക്കെ എന്നോ നമുക്ക് വിശ്വാസമൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഇത്തവണ MTക്ക് പത്മവിഭൂഷൺ കൊടുത്ത സ്ഥിതിക്ക് മമ്മൂട്ടിക്കും കൂടി ഒരു പത്മവിഭൂഷൺ കൊടുത്താൽ അതിലൊരു റീജിയണൽ ഇംബാലൻസ് വരും എന്ന് വിചാരിച്ചിട്ടും ആയിരിക്കാം. ആ അവാർഡ് കമ്മിറ്റിയുടെ മനോഗത എന്തെന്ന് ആർക്കും അറിയില്ല. തീർച്ചയായിട്ടും അത് അങ്ങനെയൊക്കെ തന്നെയാണ്. കാലങ്ങൾക്ക് മുമ്പ് കൊടുക്കേണ്ട അവാർഡുകൾ പല ആളുകൾ മരിച്ചു കഴിഞ്ഞിട്ട് കൊടുക്കുന്ന പ്രവണതയൊക്കെ ഉണ്ട്. അവരുടെ മനോഭാവം ഇത് തന്നെയാണ്. രാഷ്ട്രീയവും മതവും ഒക്കെ നോക്കിക്കൊണ്ട് തന്നെയാണ്, അതൊരു തുലാസിൽ തൂക്കിക്കൊണ്ട് തന്നെയാണ് അവർ നടക്കുന്നത്. ചിലപ്പോൾ വർണ്ണത്തിന്റെ പേരിലും പലപ്പോഴും മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും. ഏതായാലും മമ്മൂട്ടിക്ക് പത്മവിഭൂഷൺ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അദ്ദേഹം നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂട്ടി തന്നെ ആയിരിക്കും, യാതൊരു സംശയമില്ല. തീർച്ചയായിട്ടും ഏറ്റവും അവസാനം പറഞ്ഞ ഈ വാക്കുകളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടതാണ് എന്നും അങ്ങനെ തന്നെ തുടരും. കാലങ്ങളോളം മമ്മൂട്ടിയെ ചവിട്ടി താഴ്ത്താനൊന്നും നിങ്ങളെ കൊണ്ട് കഴിയില്ല. കാരണം അഭിനയ വിസ്മയം കൊണ്ട് നമ്മളെ വിസ്മയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരേ ഒരു നടൻ അത് മമ്മൂട്ടി മാത്രമാണ്. മലയാളത്തിന്റെ യശസ് എന്ന് വാനോളം ഉയർത്താൻ ഒരൊറ്റ നടനെ കൊണ്ട് കഴിയുള്ളൂ, അത് മമ്മൂട്ടിയെ കൊണ്ട് തന്നെയാണ്. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും പുതിയ സിനിമാ വിശേഷങ്ങളുമായി ഞാൻ വരുമ്പോഴത്തേക്ക് സന്ദീപ് സൈനിങ് ഓഫ്.